ക്രൈസ്തവ സഭകൾ പ്രതിഷേധം കടുപ്പിച്ചതോടെ FCRA ഭേദഗതിയിൽ നിന്നും തന്ത്രപൂർവ്വം തൽക്കാലത്തേക്ക് പിന്മാറി കേന്ദ്ര സർക്കാർ. ബില്ല് ഇന്ന് ലോക്സഭ പരിഗണിക്കില്ല എന്ന് കിരൺ റിജിജു വളരെ നാടകീയമായി പ്രഖ്യാപിച്ചു. തെറ്റിദ്ധാരണ പരത്താൻ പ്രതിപക്ഷ ശ്രമമെന്നും റിജിജു ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ കത്തോലിക്ക സഭാ പ്രതിനിധികൾ ആരോപണം കടുപ്പിച്ചു. ലോക്സഭയിലെ ഇന്നത്തെ കാര്യപരിപാടിയിൽ FCRA ബില്ലിന്മേലുള്ള ചർച്ച ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ നാടകീയമായി പിന്മാറി. സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധവുമായി എഴുന്നേറ്റു. എന്നാൽ ഇന്ന് FCRA ബില്ല് ലോക്സഭ പരിഗണിക്കുന്നില്ലെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും റിജിജു ആരോപിച്ചു. ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए नेशनल सिक्योरिटी, नेशनल इंटरेस्ट इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो इसका निगरानी के लिए एक अच्छा कदम रहा है. ക്രൈസ്തവ സഭകൾ കടുത്ത പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിൽ കേരള BJP ഘടകം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താത്കാലിക പിന്മാറ്റം. FCRA വഴി മിസ്യൂസ് നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. അത് ആരാണ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഡേറ്റ ഒന്നുമില്ല. അതിനുവേണ്ടി ചില റിഫോംസ് കൊണ്ടുവരുന്നു. അതിന് ചിലവർ അതിനൊരു പ്രചരണം നടത്തുമ്പോൾ ഓക്കെ ആശങ്കയുണ്ട്. ആശങ്ക നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്താൽ മതി. കേരളത്തിലെ പൊള്ളുന്ന വിഷയമായി FCRA മാറിയതിനാൽ എല്ലാ എംപിമാരും സഭയിൽ ഹാജരാകാൻ കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു. എംപിമാർ സഭാ കവാടത്തിൽ രാവിലെ തന്നെ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള താത്കാലിക പിൻവാങ്ങൽ മാത്രമാണിതെന്ന് UDF എംപിമാർ ആരോപിച്ചു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയുണ്ട് എന്ന് BJP കരുതുന്ന ചില മണ്ഡലങ്ങളിൽ പോലും കനത്ത തിരിച്ചടി നേരിടുമെന്ന് ഭയന്നതുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് ബില്ല് പാസ്സാക്കാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബില്ല് ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതിയോടുകൂടി പിന്നീട് പാസ്സാക്കുമെന്നുള്ളതല്ല. ബില്ല് അതേപോലെ തന്നെ പാസ്സാക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശം. FCRA വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സഭകൾ. കേന്ദ്ര നീക്കം നീതി നിഷേധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ ആരോപിച്ചു. സഭകളുമായി ചർച്ച നടത്തിയെന്ന വാദം തെളിയിക്കാൻ കിരൺ റിജിജുവിനെ തോമസ് തറയിൽ വെല്ലുവിളിച്ചു. നീതി നിഷേധമാണ്. നമുക്ക് നിയമവാഴ്ച ഉണ്ടാവണം നമ്മുടെ രാജ്യത്ത്. അത് സാമൂഹ്യ നീതിക്കും സാമാന്യ നീതിക്കും ഭരണഘടനയ്ക്കും യോഗ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വരുന്നത്. ബില്ല് തത്കാലത്തേക്ക് മാത്രമാണ് മാറ്റിവെച്ചതെന്ന് മറക്കരുതെന്ന് CBCI PRO റോബിൻസൺ റോഡ്രിഗസ് പറഞ്ഞു. The memorandum and the letter to Shri Amit Shah ji, the Honorable Home Minister, and to other MPs also. So he is in touch with some leaders. Our plan, our strategy, we are planning what is the next step that we should take. FCRA ഉന്നയിച്ച മെത്രാന്മാരെ അധിക്ഷേപിച്ച PC ജോർജിനെതിരെ ഓർത്തഡോക്സ് സഭാ വക്താവ് മാർ ദിയസ്കോറസ് മെത്രാപ്പോലീത്ത രംഗത്തെത്തി. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ട്. എന്നാൽ FCRAയെ കുറിച്ച് ക്രൈസ്തവ സഭകൾക്കിടയിൽ അനാവശ്യ ഭീതി പരത്തുകയാണെന്ന പ്രതിഷേധവുമായി BJP നേതാക്കൾ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.